ദന്തസംരക്ഷണം എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലിനിക്കിൽ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഡെയിലി 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോർമലി പറയുന്നത് ഡെയിലി 2 പ്രാവശ്യം, അതായത് രാവിലെ ബ്രഷ് ചെയ്യുക, രാത്രി ബെഡ് ടൈം കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക എന്നാണ് പറയാം. രാവിലെ ബ്രഷ് ചെയ്യുന്നതാണോ വൈകിട്ട് ബ്രഷ് ചെയ്യുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വൈകിട്ട് ബ്രഷ് ചെയ്തിരിക്കണം. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ രാത്രി ഉറങ്ങുന്ന ഏകദേശം ഒരു 8 to 9 hours നമ്മുടെ മൗത്ത് വളരെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഉറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ വായിൽ സലൈവറി സെക്രേഷൻ, അതായത് തുപ്പലിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറവാണ്. നമ്മുടെ ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് നമ്മളിപ്പം ഒരു ഉണർന്നിരിക്കുന്ന ഒരാളുടെ വായിൽ വരുന്ന അത്രയും സലൈവയൊന്നും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. നമ്മുടെ വാ എപ്പോഴും ക്ലീൻ ആക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ വായിൽ വരുന്ന തുപ്പലാണ്. ഈ തുപ്പൽ ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തുപ്പലാണ് നമ്മുടെ വായ്ക്ക് എപ്പോഴും ആ ക്ലെൻസിങ് ആക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി സമയത്ത് നമുക്കതില്ല, അവരും പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്ത് പറ്റും, നമ്മൾ ബ്രഷ് ചെയ്യാതെ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പല്ലിനകത്തിരിക്കുന്ന വേസ്റ്റിൽ മൈക്രോ ഓർഗാനിസത്തിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കേട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ടും രാത്രിയിൽ ബ്രഷ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനി ബ്രഷിങ് മാത്രം ചെയ്താൽ മതിയോ ഡോക്ടറെ, മൗത്ത് വാഷും കൊണ്ട് ഉപയോഗിച്ചാൽ ഇരട്ടി റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, മൗത്ത് വാഷ് നമുക്ക് ഉപയോഗിക്കാം. മൗത്ത് വാഷും ഇതേ ക്ലെൻസിങ് ആക്ഷൻ തന്നെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ടൂത്ത് ബ്രഷ് ചെയ്ത് ഉടനെ നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ബ്രഷിങ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരേ കാര്യമാണ്, മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നത് ഒരേ കാര്യമാണ്. രണ്ടുപേരും വായ വൃത്തിയാക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബ്രഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഓൾറെഡി വൃത്തിയായല്ലോ, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട. അല്ലാതെ ഇൻ ബിറ്റ്വീനായിട്ട് നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. അതായത് ഇപ്പം ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൗത്ത് വാഷ് വെച്ച് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ബ്രഷിങ്ങിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ശീലം എന്ന് പറയുന്നത് ഫ്ലോസിങ് ആണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡെൻ്റൽ ഫ്ലോസിങ് എന്ന്. അത് നമ്മൾ അധികം ആരും അത്ര കേട്ട് പരിചയമുള്ളൊരു കാര്യമല്ല. ഫ്ലോസിങ് എന്ന് പറഞ്ഞാൽ ത്രെഡാണ്. ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതൊരു ത്രെഡാണ്. ത്രെഡ് എടുത്തിട്ട് പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതായത് നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുമ്പം നമ്മുടെ പല്ലിൻ്റെ സർഫസിൽ, ഫ്രണ്ട് സർഫസിൽ അല്ലെങ്കിൽ ബാക്കിലുള്ളത് മാത്രമേ ആ ബ്രഷിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പല്ലിൻ്റെ ഇട എങ്ങനെ വൃത്തിയാക്കും, 2 പല്ലിൻ്റെ നടുക്ക് ഇൻ്റർഡെൻ്റൽ സ്പേസ് ഒരിക്കലും ക്ലീൻ ആവുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ചെറിയ ത്രെഡാണ്. അത് നമുക്ക് വിത്ത് ഹാൻഡിലോടുള്ളതും കിട്ടും. അതുപയോഗിച്ച് പല്ലിൻ്റെ ഇടയിൽ ഫ്രണ്ട് ആൻഡ് ബാക്കിലോട്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മുകളിലോട്ടും താഴോട്ടും സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് പല്ലിൻ്റെ ഇട വൃത്തിയാക്കാം. ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ്. കാരണം പല്ലിൽ എപ്പോഴും കേട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 പല്ലിൻ്റെ നടുക്ക, പല്ലിൻ്റെ ഇടയ്ക്കാണ് എപ്പോഴും വേസ്റ്റ് കുടുങ്ങാറുള്ളത്. അപ്പോൾ അവിടെയാണ് എപ്പോഴും കേട് വരാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പല്ലിൻ്റെ ഇടയിൽ വേസ്റ്റ് കയറുമ്പോഴത്തേക്ക് ടൂത്ത് പിക്കോ സേഫ്റ്റി പിന്നോ എന്താണോ കൈ കിട്ടുന്നത് അതിട്ട് നമ്മളിങ്ങനെ കുത്തും. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ശീലമാണ്. ഒരിക്കലും പല്ലിൻ്റെ ഇട നമ്മൾ ടൂത്ത് പിക്കൊന്നും ഇട്ട് കുത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മോണ ഈ ടൂത്ത് പിക്ക് ഇട്ട് കുത്തുമ്പോൾ മോണയിലോട്ടായിട്ട് കുത്തുന്നത്. അപ്പോൾ ആ മോണ ഇൻഫെക്റ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്ന എല്ലിലോട്ടും ആ ഇൻഫെക്ഷൻ പോയിട്ട് എല്ല് തേയാൻ തുടങ്ങും. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഈ ആദ്യം നമ്മൾ ടൂത്ത് പിക്ക് കുത്തുമ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പായിരിക്കും. ഇങ്ങനെ കുത്തി ആ ഗ്യാപ്പ് വലുതാവും. അപ്പം ഒരിക്കലും ഇങ്ങനെ പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാനായിട്ട് ഈ ടൂത്ത് പിക്കോ സേഫ്റ്റി പിന്നോ ഒന്നും യൂസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ഡെൻ്റൽ ഫ്ലോസ് തന്നെ ഉപയോഗിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഡെൻ്റൽ ഫ്ലോസ് ത്രെഡാണ്, അപ്പം യൂസ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും, മോണ മുറിയുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വാട്ടർ ഫ്ലോസറും അവൈലബിൾ ആണ്. വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വളരെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഒരു ചെറിയൊരു കുപ്പി പോലെയാണ്, അതിൻ്റെ അറ്റത്ത് ഒരു നോസ്ട്രൽ പോലെ ഒരു ചെറിയൊരു ടിപ്പ് പോലെ കാണും. അപ്പോൾ നമ്മളതൊരു ബട്ടൺ അമർത്തുവാണെങ്കിൽ അതിൽ കൂടെ ഫോഴ്സിൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് പല്ലിൻ്റെ ഇടയിലോട്ട് അത് വെച്ചിട്ട് ആ ബട്ടണിൽ അമക്കി കൊടുത്താൽ പല്ലിൻ്റെ ഇട നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പല്ലിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ ബ്രഷ് ചെയ്യുന്ന രീതി, നമ്മൾ കുഞ്ഞനാ തൊട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് അമർത്തി പല്ല് തേക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉമിക്കിരിയും ഉപ്പും എല്ലാം ഇട്ട് നമ്മൾ തേക്കണം. നമ്മൾ കുഞ്ഞനാ തൊട്ട് ഇപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ബ്രഷ് എടുത്ത് കൈ പിടിക്കുമ്പോൾ അമർത്തി പല്ല് തേക്കണം. കാരണം നമ്മൾ അത് കേട്ട് വളർന്നവരാണ്. പക്ഷെ അതങ്ങനെയല്ല, അത് വളരെ തെറ്റാണ്. ബ്രിസ്റ്റൽസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്. നമ്മൾ പല്ലിൻ്റെ ബ്രഷ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു തൂക്കുന്ന ലാഘവത്തിൽ വേണം നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യാൻ. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ടൂത്തിൻ്റെ സർഫസിലുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പോകുള്ളൂ. മുകളിൽ നിന്ന്, അതായത് നമ്മുടെ പല്ലിൻ്റെ സർഫസിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂക്കുന്ന പോലെ വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട്.
അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ആരും അങ്ങനെയല്ല ചെയ്യുക. നമ്മൾ ബ്രഷ് എടുക്കുക, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആലോചിച്ചിട്ടായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. തേച്ച് മണിക്ക് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ തേച്ചിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പല്ലും മോണയും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഡിഫക്റ്റ് വരാൻ തുടങ്ങും, തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യില്ല. അതും ഓരോ ആൾക്കാരുടെ ഫോഴ്സ്, ഇപ്പം കുറച്ചും കൂടെ ഇപ്പോൾ സ്ത്രീകളെക്കാളും പുരുഷന്മാർ കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. അപ്പം അത്രയും ഭാഗത്തെ പല്ലിൻ്റെ മോണയായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗം തേയ്മാനം വരും. അപ്പം ആദ്യമൊന്നും നമ്മൾ അറിയില്ല. പല്ലിന് പുളിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ഇത് ഇങ്ങനെ ഒരു വെട്ട് പോലെ ആ മോണയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വരും. അപ്പം അത് ആദ്യമേ കണ്ടെത്തി അതിന് നമുക്ക് ചികിത്സ എടുക്കാൻ പറ്റും, അത് ഫില്ല് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നല്ല പെയിനും, ചില ആൾക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാ പല്ലിലും ഈ തേയ്മാനം കാണും ഇങ്ങനെ അമർത്തി തേച്ചിട്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ അമർത്തി തേക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മണിക്കൂർ കണക്കിന് പല്ല് തേക്കേണ്ട കാര്യമൊന്നുമില്ല. മാക്സിമം ഒരു 2 to 3 minutes അത്രയും തേച്ചാൽ മതി. ആ തേക്കുന്നതിലൂടെ തന്നെ നമ്മുടെ പല്ല് വൃത്തിയാവും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്ലോസ്, അതേപോലെ തന്നെ പല്ലിൽ കട്ട പിടിച്ചിരിക്കുന്ന അഴുക്ക്, കൂടുതൽ ആൾക്കാർക്ക് സ്മോക്കിംഗ് പോലെയുള്ള ഹാബിറ്റൊക്കെ കാണും. അപ്പോൾ അവർ സ്റ്റെയിൻ പോകാൻ വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് അമർത്തി തേക്കും. ആ സ്റ്റെയിൻ ഒന്നും ഈ ബ്രഷിങ്ങിൽ പോവില്ല. അതൊക്കെ സ്റ്റെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 months ഒരിക്കൽ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് ടൂത്ത് ക്ലീനിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളായിട്ട് തന്നെ വരുത്തുന്നൊരു ഡിഫക്റ്റാണ് ഈ അമർത്തി പല്ല് തേച്ചിട്ട് പല്ലിന് തേയ്മാനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അത് ഉറപ്പായിട്ടും നിർത്തണം. അതേപോലെ ഒരുപാട് ഒരേയുള്ള സാധനങ്ങൾ, ഈ ഒമിക്കിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ച് കഴിവതും പല്ല് തേക്കാത്തതാണ് നല്ലത്. എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ റെഗുലറായിട്ട് ഈ മാവിൻ്റെ ഇല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പല്ല് തേക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. നമ്മുടെ പല്ല് ഡാമേജ് ആവുകയേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഉമിക്കിരിയൊക്കെ ഇട്ട് തേക്കാട്ടോ, പക്ഷെ എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഇന്ന പേസ്റ്റ്, ഏത് പേസ്റ്റാണ് ഏറ്റവും നല്ലത് അങ്ങനെയല്ല. പേസ്റ്റ് യൂസ് ചെയ്ത് തന്നെ പല്ല് ബ്രഷ് ചെയ്യണം. വൈറ്റ് കളർ പേസ്റ്റാണ് ഏതായാലും വൈറ്റ് കളർ പേസ്റ്റ് യൂസ് ചെയ്യുക. ഒരുപാട് കളേർഡ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് സ്റ്റെയിൻ വരാം. സോ ബെറ്റർ വൈറ്റ് കളറിലുള്ള പേസ്റ്റ് ഉപയോഗിക്കുക. ഒരുപാട് ഒരയില്ലാത്ത തരിതരിയായിട്ടുള്ളതല്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെ പല്ല് തേക്കുന്നു എന്നതാണ് കാര്യം. അതേപോലെ ഈ ഫ്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ എപ്പോഴും പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് ഫുഡ് കഴിച്ചിട്ടുടനെ പോവാം, എവിടെയെങ്കിലും പോകാൻ നേരം ബ്രഷ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമുക്ക് ബാഡ് സ്മെൽ വരുമോ എന്നുള്ള നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടായിരിക്കും ചിലർ അതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൗത്ത് വാഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോവാം. കാരണം ഈ ഓരോ തവണ ബ്രഷ് ചെയ്യുമ്പോഴും ബ്രിസ്റ്റൽസ് നമ്മുടെ ടൂത്തിൻ്റെ സർഫസിൽ ഒരേയല്ലേ ചെയ്യുക. അപ്പോൾ അത് നമ്മളെ ഡാമേജ് ചെയ്യും. പക്ഷേ മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയില്ല, ജസ്റ്റ് ഒരു വാട്ടർ മാത്രമല്ലേ. അപ്പോൾ അത് റിൻസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവും വെച്ചാൽ അതിൻ്റെ ആവശ്യമേ കാണുന്നുള്ളൂ. അപ്പോൾ ഓവറായിട്ട് കെയർ ചെയ്യണ്ട, പക്ഷെ ആവശ്യത്തിന് കെയറിങ് കൊടുക്കണം. എന്ത് കാര്യമായാലും നമ്മൾ ശ്രദ്ധിച്ചാലേ അത് നന്നായി പോവുള്ളൂ. അപ്പോൾ പല്ലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും പ്രായമാകുമ്പോൾ പല്ല് കൊഴിഞ്ഞു പോവും അങ്ങനെയല്ലേ എന്ന്. പക്ഷെ അങ്ങനത്തെ കൊഴിഞ്ഞു പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പല്ല് സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 വയസ്സ് വരെ ആയാലും പല്ല് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഇന്ന സമയം അതിനൊരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പല്ല് കൊഴിഞ്ഞു പോകുന്നത്. നമ്മൾ സൂക്ഷിച്ചാൽ പല്ല് അവിടെ തന്നെ ഇരിക്കും.